ഇതൊരു യാത്രയാണ്, ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. ഒരു കാലത്ത് കൊടുങ്ങല്ലൂർ അതിരൂപത ആസ്ഥാനവും ഭദ്രാസന ദേവാലയ പദവിയും നിലനിന്നിട്ടുള്ള പുത്തഞ്ചിറ പള്ളിക്ക് കാലത്തിന്റെ കടന്നുപോക്കിൽ പിൽക്കാലത്ത് കൈവന്ന ചരിത്ര നിയോഗമാണ് 1973 ജൂലൈ 3 ലഭിച്ച ഫൊറോന പദവി. ഫൊറോന പദവി ലഭിക്കുന്നതിന് മുമ്പും ശേഷവും നിരവധി പള്ളികൾ ഈ മാതൃ ഇടവകയിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട് എന്നതും ചരിത്രത്തിന്റെ ഭാഗം. സഭയുടെ ജനറാളച്ചനായിരുന്ന മാളിക്കൽ കൂനനച്ചൻ ഈ ഇടവകക്കാരനായിരുന്നു എന്നതും ഞങ്ങൾ അഭിമാനത്തോടെ ഓർക്കുന്നു. വിശുദ്ധരായ വൈദികരെയും സന്യസ്തരെയും അൽമായരെയും ഒക്കെ സംഭാവന ചെയ്യുന്ന ഒരു ഇടവകയാണ് പുത്തഞ്ചിറ. ഇരിങ്ങാലക്കുട രൂപതയുടെ ആദ്യത്തെ മെത്രാൻ പ്രിയപ്പെട്ട ജെയിംസ് പഴയാറ്റിൽ പിതാവ് പുത്തഞ്ചിറക്കാരനാണ്. ആർച്ച് ബിഷപ്പ് ജോർജ് പാനികുളവും ഈ ഇടവകാംഗമാണ്. സ്റ്റീഫൻ ചെർപ്പണത്ത് പിതാവ് യൂറോപ്പിൻ്റെ അപ്പസ്റ്റോളിക് വിസിറ്റേറ്ററായി ശുശ്രൂഷ ചെയ്യുമ്പോൾ അഭിമാനത്തോടെ പുത്തഞ്ചിറ പിതാവിനെ ഓർക്കുന്നു. കാരണം പിതാവും പുത്തഞ്ചിറക്കാരനാണ്. 22 വൈദികരാണ് ഇപ്പോൾ പുത്തഞ്ചിറ ഇടവകയിൽ നിന്നുള്ളത്. 78 സന്യാസിനികൾ സഭയിൽ ഔദാര്യത്തോടെ, വിശുദ്ധിയോടെ, സ്നേഹത്തോടെ സമർപ്പിത ശുശ്രൂഷ ചെയ്യുന്നു എന്നതും ഞങ്ങൾ സന്തോഷത്തോടെ ഓർക്കുന്നു. 10 വൈദിക വിദ്യാർത്ഥികൾ ഇപ്പോൾ പരിശീലനത്തിലാണ്. ദൈവവിളിയുടെ ഒരു ഈറ്റില്ലം തന്നെയായിരുന്നു പുത്തഞ്ചിറ. ഇപ്പോഴും അത് തുടരുന്നു എന്നതും ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിൻ്റെ വലിയ നന്മയുടെ അടയാളമാണ്. ശാന്തിനഗർ സെന്റ് ആന്റണീസ് കപ്പേള 1924 ഇവിടെ ആദ്യത്തെ കപ്പേള സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട കയ്യാലകം ഔസേപ്പച്ചനാണ്. ഇന്ന് പ്രദേശവാസികൾക്ക് പ്രാർത്ഥിക്കാനായി ഒത്തുചേരുവാൻ ഇത് വലിയ സഹായമാണ്. മരിയൻകുന്ന് കുരിശുപള്ളി 17-ാം നൂറ്റാണ്ടിൽ തന്നെ പ്രദേശവാസികൾ ഇവിടെ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചു വന്നിരുന്നു എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. പിന്നീട് കാലക്രമത്തിൽ പലതവണ പുതുക്കിപ്പണിതതിൻ്റെ ഭാഗമായി 2007 ജോർജ് മംഗലൻ അച്ഛൻ്റെ കാലത്ത് മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവ് ഇതിൻ്റെ ആശീർവാദ കർമ്മം നടത്തി. മങ്കിടി സെന്റ് മേരീസ് കപ്പേള 19-ാം നൂറ്റാണ്ടിൽ സമീപ പ്രദേശത്ത് സ്ഥാപിച്ച പള്ളിക്കൂടത്തിൽ നിന്നാണ് ഈ കപ്പേളയുടെ ആരംഭം എന്നാണ് ചരിത്രം.
1940 ജോസഫ് ചിറ്റിലപ്പിള്ളിയച്ചൻ്റെ കാലത്ത് സ്ഥലവാസികളുടെ സഹകരണത്തോടെ ഒരു സ്തൂപം സ്ഥാപിച്ചു. ഇന്ന് കാണുന്ന വിധത്തിൽ പണിതുയർത്തിയത് 2008 ജോർജ് മംഗലൻ അച്ഛൻ്റെ നേതൃത്വത്തിലാണ്. എല്ലാ ശനിയാഴ്ചകളിലും പരിശുദ്ധ മാതാവ്, വിശുദ്ധ സെബസ്റ്റ്യാനോസ്, വിശുദ്ധ മറിയം ത്രേസ്യ എന്നിവരുടെ നൊവേനകളും തിരുനാളുകളും നടത്തിവരുന്നു. പിണ്ടാണി സെന്റ് പോൾ കുരിശുപള്ളി. ഇടവക പള്ളിയിൽ നിന്നും 5 കിലോമീറ്റർ അകലെയാണ് ഈ പള്ളി. പ്രദേശത്ത് താമസിക്കുന്ന ഇടവക സമൂഹത്തിൻ്റെ സൗകര്യാർത്ഥം ഇവിടെ ദേവാലയം സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട ജോളി വടക്കൻ അച്ഛനാണ്. 2011 ജൂലൈ 21 വെഞ്ചിരിച്ച ദേവാലയം ഒക്ടോബർ 15 കുരിശുപള്ളിയായി പ്രഖ്യാപിച്ച് വിശുദ്ധ ബലി അർപ്പിച്ചത് അഭിവന്യ മാർ പോളി കണ്ണുക്കാടൻ പിതാവാണ്. ജോയ് പാലിയേക്കര അച്ഛനായിരുന്നു വികാരി. ആത്മായ പ്രേക്ഷിത ചൈതന്യം പരിപോഷിപ്പിക്കാനും ആദിമ ക്രൈസ്തവ സഭയുടെ അരൂപിയിലേക്കും ജീവിതശൈലിയിലേക്കും സഭാമക്കളെ ആനയിക്കാനുമുള്ള ഒരു വേദിയാണ് ഇത്തരം കുടുംബ കൂട്ടായ്മകൾ. ഇടവക വൈദികർ, സിസ്റ്റേഴ്സ്, കേന്ദ്രസമിതി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഊർജ്ജസ്വലമായ പ്രവർത്തനമാണ് ഓരോ കുടുംബ കൂട്ടായ്മയുടെയും. ആധ്യാത്മിക പരിപോഷണം, ചർച്ചകൾ, വിചിന്തനങ്ങൾ, തീരുമാനങ്ങൾ, കർമ്മപരിപാടികൾ എന്നിവയിലൂടെ ഇടവകയെ കൂടുതൽ കരുത്തോടെ നയിക്കാൻ ഇത്തരം കൂട്ടായ്മകൾ വഴിതെളിക്കുന്നു. ഓരോ മരണവും പുതിയ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കമാണെന്നാണല്ലോ ക്രൈസ്തവ വിശ്വാസം. തന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തോടൊത്തുള്ള ജീവിതം. ജീവിതകാലത്ത് നാം ചെയ്യുന്ന നന്മപ്രവൃത്തികൾക്കനുസൃതമായി അത് വേർതിരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സഭ നമ്മെ പഠിപ്പിക്കുന്നു. ഭൗതിക ശരീരങ്ങളുടെ ഒത്തുചേരൽ ഇവിടെയാണ്, ഈ സിമിത്തേരി പറമ്പിൽ. നമ്മിൽ നിന്നും വേർപിരിഞ്ഞുപോയ പ്രിയമുള്ളവർക്കായുള്ള ഇവരുടെ ഓരോ പ്രാർത്ഥനയും സമർപ്പിക്കപ്പെടുന്നത് ദൈവ തിരുമുമ്പിൽ തന്നെയാണ്. ഇവിടെ ഞാനും പരേതാത്മാക്കൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. അവസാന കാഹളം മുഴങ്ങുമ്പോൾ നന്മ ചെയ്തവർ അവൻ്റെ വലത്തുഭാഗത്തും തിന്മ ചെയ്തവർ ഇടതുഭാഗത്തും അണിനിരക്കുന്ന വിധി ദിവസത്തിനായി കാത്തിരിക്കാം.
1701 മുതൽ 1777 വരെ ഈ ദേവാലയം കൊടുങ്ങല്ലൂർ ഭദ്രാസന ദേവാലയമായിരുന്നു എന്നതിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച നിലവിലുള്ള വൈദിക മന്ദിരം. വൈദിക മന്ദിരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള മ്യൂസിയം ദേവാലയവുമായി ബന്ധപ്പെട്ട പുരാതനമായ വസ്തുക്കളാണ് ഇവിടെ സൂക്ഷിക്കപ്പെടുന്നത്. തീർത്ഥാടകരായി എത്തുന്നവർ ഇത് സന്ദർശിക്കാനെത്തുന്നത് ഇവിടത്തെ പതിവ് കാഴ്ചയാണ്. കോംപ്ലക്സ് എന്ന പേരിൽ 1977 മെയ് 29 ഈ സ്ഥാപനം സ്ഥാപിതമായത്. ഇതിൻ്റെ ഉപസ്ഥാപനങ്ങളാണ് സെയിൻറ്റ് ജോസഫ് സദൻ, സെയിൻറ്റ് ജോർജ് കോൺവെന്റ്, സെയിൻറ്റ് ആൻസ് ഭവൻ. പാവപ്പെട്ട നിർധനരായ കുട്ടികളെ ഉദ്ദേശിച്ച് അവരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി അവരുടെ അത്താണിയായി തുടങ്ങിയതാണ് ഈ സ്ഥാപനം സെയിൻറ്റ് ജോസഫ് സദൻ. വികലാംഗരായ സ്ത്രീകളുടെ ഉന്നമനം ഉദ്ദേശിച്ച് തുടങ്ങിയതാണ് സെയിൻറ്റ് ആൻസ് ഭവൻ. ഇപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള 15 സ്ത്രീകളാണുള്ളത്. ഈ സ്ഥാപനങ്ങളുടെ സംരക്ഷണാർത്ഥം തുടങ്ങിയതാണ് സെയിൻറ്റ് ജോർജ് കോൺവെന്റ്. ഇപ്പോൾ ഇവിടെ 17 സിസ്റ്റേഴ്സാണുള്ളത്. ഇടവക ദേവാലയവുമായി വളരെ ബന്ധപ്പെട്ടാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. അവിടെ മതബോധനം, കുടുംബ സമ്മേളനങ്ങൾ, മാതൃസംഘം, മറ്റ് സംഘടനാ പ്രവർത്തനങ്ങൾ എന്നിവയിലെല്ലാം സജീവമായി പങ്കുകൊള്ളുന്നു. വിശുദ്ധിയുടെ വിളനിലം, ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധരുടെ കാലടികൾ പതിഞ്ഞ പുണ്യഭൂമി പുത്തൻചിറ. ആത്മീയവും ഭൗതികവുമായ ഉന്നതിയിലേക്ക് അനുദിനം വളരുന്ന ഈ ഇടവകയിൽ ഭക്തസംഘടനാ പ്രവർത്തനങ്ങളും ഊർജ്ജസ്വലമാണ്. ഇടവകയുടെ ആത്മീയമായും ഭൗതികമായും വളർച്ചയ്ക്ക് ഇവിടെ ധാരാളം സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ പേര് ജോഫി ബിജു അഞ്ചേരി. ഞാൻ പുത്തഞ്ചിറ ഫൊറോനയിലെ ലഹരി വിമുക്ത സമിതിയുടെ സെക്രട്ടറിയാണ്. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികൾ, റാലികൾ, തെരുവ് നാടകങ്ങൾ മുതലായവ ഞങ്ങളുടെ ഇടവകയിൽ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇടവകയിൽ നിന്നും മദ്യത്തിന് അടിമപ്പെട്ടവരെ മോചനം നൽകാൻ ഞങ്ങൾ വളരെയധികം അവരെ സഹായിക്കാറുണ്ട്. ലഹരി വിരുദ്ധ സമിതി കേന്ദ്ര സമിതിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ്. എല്ലാ മാസത്തിലും 4ാമത്തെ ഞായറാഴ്ചകളിൽ ഞങ്ങൾ യോഗം നടത്തി വരാറുണ്ട്. കൊച്ചച്ഛൻ്റെയും വികാരിയച്ഛൻ്റെയും നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തുകയും യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. എൻ്റെ പേര് എൽസി ജോസ് മങ്കടിയാൻ. ഞാൻ മാതൃസംഘം പ്രസിഡന്റ്. 1960 ഫെബ്രുവരി 28 ഇവിടെ മാതൃസംഘം രൂപം കൊണ്ടത്. അന്നു മുതൽ ഇന്ന് വരെ മാതൃസംഘം ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. എല്ലാ മാസത്തിലും 3ാമത്തെ വ്യാഴാഴ്ച ബഹുമാനായിട്ട് വികാരിയച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും അനിമേറ്റഡ് സിസ്റ്റേഴ്സിൻ്റെയും നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടി കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നു. പ്രധാനമായും ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നു. ഏകദേശം 50 പേരോളം സ്ഥിരമായി അംഗങ്ങളായിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു.
അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ഇടവകയിലെ തന്നെ ജാതി മത ഭേദമന്യേ എല്ലാ കുടുംബങ്ങളിലേക്കും ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്തു വരുന്നു. എൻ്റെ പേര് ഫ്രാൻസിസ്, മുനിസിപ്പൽ ബോർഡ് സംഘടന ട്രഷററാണ്. 1969 ഈ സംഘടന ഈ ദേവാലയത്തിൽ ആരംഭിച്ചത്. വെരി റെവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരനാണ് ഞങ്ങളെ ആധ്യാത്മിക ഉപദേഷ്ടാവ്. 10 അംഗങ്ങളാണ് ഞങ്ങൾ സംഘടനയിലുള്ളത്. പ്രധാനമായിട്ടും ഉള്ളവരിൽ നിന്നും വാങ്ങിച്ച് ഇല്ലാത്തവനെ കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ പ്രധാന പ്രവർത്തന രീതി. വിദ്യാഭ്യാസം, ചികിത്സ എന്നിവയ്ക്കാണ് ഞങ്ങൾ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പ്രളയത്തിൽ കഷ്ടത അനുഭവിച്ച ആലമറ്റം, പുത്തൻവേലിക്കര എന്നീ സ്ഥലങ്ങളിൽ AC-യുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വസ്ത്രങ്ങളും പാത്രങ്ങളും നൽകുകയുണ്ടായി. വിതരണം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇക്കൊല്ലം മുറക്കനാട് ഏരിയയിൽ നാളെ ഞങ്ങൾ സന്ദർശനം നടത്തി വസ്ത്രങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. എൻ്റെ പേര് തോമസ് അഞ്ചേരി, പുത്തഞ്ചിറ ഫൊറോന ദേവാലയത്തിലെ ദർശനസഭ അംഗമാണ്. 1844 പുത്തഞ്ചിറ ദേവാലയത്തിൽ ദർശനസഭ രൂപം കൊണ്ടത്. 175 വർഷം പിന്നിടുകയാണ് ഇക്കൊല്ലം. ഇതിൽ എല്ലാ കൊല്ലവും സെപ്റ്റംബർ മാസത്തിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെയും റോസപ്പുണ്യവതിയുടെയും സംയുക്തമായാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇപ്പോൾ ദർശനസഭയിൽ 36 അംഗങ്ങളാണുള്ളത്. അതിൽ എല്ലാ മാസവും മേശ കൂടുകയും അതിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുകയുമാണ് ചെയ്യുന്നത്. എൻ്റെ പേര് ടോണി തച്ചിൽ കണ്ണായി, സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ പ്രസിഡൻ്റാണ്. പുത്തഞ്ചിറ ഫൊറോന ഇടവകയിലെ സോഷ്യൽ ആക്ഷൻ സംഘടന രൂപീകരിച്ചിട്ട് ഏകദേശം 50 വർഷത്തോളമായി. സോഷ്യൽ ആക്ഷൻ സംഘടനയിൽ ഏകദേശം 24 മെമ്പേഴ്സുണ്ട്. ഒരു വർഷത്തിൽ ഏകദേശം 6 ലക്ഷം രൂപയോളം പാവപ്പെട്ടവർക്ക് ആയി നൽകുന്നുണ്ട്. പ്രധാനമായും നൽകുന്നത് നിർധന പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ വീട് വെച്ച് കൊടുക്കുന്നതിനും വിവാഹ സഹായ മുതലായവയ്ക്കാണ്. അതുപോലെ തന്നെ 3 വർഷത്തിനുള്ളിൽ 3 സെൻറ്റ് സ്ഥലം വീതം 3 വ്യക്തികൾക്ക് നൽകിയിരുന്നു. അതുപോലെ തന്നെ 3 വീടുകൾ പുതിയത് വെച്ച് നൽകിയിരുന്നു. എൻ്റെ പേര് ഐസക് ജോസ് എന്നാണ്. അൾത്താര സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. ഏകദേശം 49ഓളം അൾത്താര ബാലന്മാരാണ് ഞങ്ങളുടെ സംഘടനയിലുള്ളത്. മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച അൾത്താര സംഘത്തിൻ്റെ യോഗം കൂടുകയും അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിന് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും അതനുസരിച്ച് വിശുദ്ധ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കാനും ഞങ്ങൾക്ക് കഴിയുന്നു. അൾത്താര സംഘത്തിലൂടെ ഞങ്ങൾക്ക് മുതിർന്നവരെയും മറ്റുള്ളവരെയും ബഹുമാനിക്കാനും അവർ പറയുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ മറിയന്ത്രിസേവയുടെ സഹായത്താൽ ഞങ്ങൾക്ക് അൾത്താരയിൽ നല്ല ശുശ്രൂഷകൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. എൻ്റെ പേര് തോമസ് മാളിക്കൽ കുൻ. 2014 ഈ സംഘടന KLM സംഘടന പുത്തഞ്ചിറയിൽ രൂപീകൃതമാകുന്നത്. 54 അംഗങ്ങൾ ഇപ്പോൾ ഇതിൽ നിലവിൽ ഉണ്ട്. വിവിധ തൊഴിലാളി സംഘടനകളുടെ ആവശ്യങ്ങൾക്കായിട്ട് ഈ സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നു. ഇരിഞ്ഞാലക്കുട രൂപതയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് KLM. എൻ്റെ പേര് ജിമ്മി ടി തച്ചിൽ. ഞാൻ ഗായക സംഘത്തിൻ്റെ പ്രതിനിധിയാണ്. ഏകദേശം 20ഓളം പേരടങ്ങുന്ന ഒരു ഗായക സംഘം ഇന്ന് ഈ ഫൊറോന ദേവാലയത്തിൽ നിലവിലുണ്ട്. പാടുന്നവൻ 2 വട്ടം പ്രാർത്ഥിക്കുന്നു എന്ന വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടും വിശുദ്ധ മറിയന്ത്രേസ്യയുടെ പ്രവൃത്തികളിൽ നിന്നും പുണ്യഭൂമിയായ പുത്തഞ്ചിറയുടെ വിശുദ്ധിയുടെ ചരിത്രത്തിൽ നിന്നുകൊണ്ടും പാടുവാനുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. എൻ്റെ പേര് ആൽവിൻ. ഞാൻ പുത്തഞ്ചിറ KCM സംഘടനയിലെ ഒരംഗമാണ്. ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം KCM പ്രവർത്തിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ പ്രളയകാലത്ത് പ്രളയ ദുരിതം അനുഭവിക്കുന്നവർക്ക് വെള്ളവും ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ KCM സംഘടന ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ പ്രളയത്തിന് ശേഷം അവരുടെ വീടുകൾ സഹായിക്കാനും ക്ലീനിങ്ങിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് KCM സംഘടനയിൽ ഒരുപാട് അംഗങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ മാസവും ഓരോ വൃദ്ധസദനങ്ങൾക്ക് അവർക്ക് ആവശ്യമായ ഭക്ഷണസാധനങ്ങൾ മേടിക്കാൻ ഒരു ചെറിയ തുക ഞങ്ങൾ പിരിച്ച് എല്ലാ മാസവും KCMൻ്റെ ഭാഗത്തുനിന്ന് നൽകുന്നു. ഞാൻ ജോജു ഡേവിസ്, മളിക്കൽ കൂനൻ, പുത്തഞ്ചിറ ഇടവകയിലെ AKCC സംഘടനയുടെ പ്രസിഡൻ്റാണ്. എൻ്റെ പൂർവികരാണ് ഇവിടെ മറിയന്ത്രേസ്യയ്ക്ക് ഈ സന്യാസ സമൂഹം സ്ഥാപിക്കുന്നതിന് സ്ഥലം ദാനം ചെയ്തിട്ടുള്ളത്. കത്തോലിക്ക കോൺഗ്രസ് മറ്റു ഭക്തസംഘടനകളിൽ നിന്ന് വിഭിന്നമായി അതിന് നേതൃത്വം നൽകുന്നത് അൽമായരാണ്. മറ്റു ഭക്തസംഘടനകൾക്ക് വൈദികരാണ് നേതൃത്വം നൽകാറുള്ളത്.
സമുദായത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന അവകാശങ്ങൾക്കെതിരെ പോരാടുന്നതിനും അവരുടെ നിഷേധിക്കുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സർക്കാരിനോടോ അതുപോലുള്ള അവർ പ്രതികരിക്കുന്നതിനുമാണ് നമ്മളുടെ ഈ സംഘടന മുഖ്യമായിട്ടും നേതൃത്വം നൽകുന്നത്. അത് നമ്മുടെ രൂപതയിൽ അടുത്ത കാലങ്ങളിലാണ് അതിന് രൂപം കൊടുത്ത് വന്നിട്ടുള്ളത്, ശക്തിയായി വന്നിട്ടുള്ളത്. അതിന് നമ്മൾ ശക്തിയായിട്ട് നേതൃത്വം കൊടുക്കുന്നു. ഞാൻ ലിസി കുര്യാച്ചൻ ചേനിയാറ, തിരുബാലസഖ്യം ആനിമേറ്ററാണ്. കുട്ടികൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ലോകം മുഴുവനുള്ള കുട്ടികൾക്ക് വേണ്ടിയും എല്ലാ ഞായറാഴ്ചയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വേദപാഠത്തോടനുബന്ധിച്ച് 1 മുതൽ 4 വരെയുള്ള കുട്ടികൾ ഒരുമിച്ച് കൂടി എല്ലാ ഞായറാഴ്ചയും തിരുബാലസഖ്യ പ്രതിഷ്ഠയും നടത്താറുണ്ട്. സുഹൃത ജപങ്ങൾ ചൊല്ലി ഡിസംബർ മാസത്തിൽ ഉണ്ണീശോയുടെ പിറവിക്കായി ഒരുങ്ങും. അതുപോലെ തന്നെ ഓരോ ഭക്ത അഭ്യാസങ്ങളിലൂടെ ചെറിയ ചെറിയ കാരുണ്യ പ്രവൃത്തികളിലൂടെയും കുട്ടികൾ ഭക്താഭ്യാസങ്ങൾ നേടുന്നു. ഞാൻ ജിജോരി ഗാർഡൻ, പുത്തഞ്ചിറ ഫൊറോന കേന്ദ്ര സമിതി പ്രസിഡന്റാണ്. പുത്തഞ്ചിറ ഇടവകയിൽ 683 കുടുംബങ്ങളാണുള്ളത്. ഈ 683 കുടുംബങ്ങളെ 18 യൂണിറ്റുകളായി തിരിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നത്. ഈ ഓരോ യൂണിറ്റിൽ നിന്നും 5 ഭാരവാഹികളെ തിരഞ്ഞെടുത്തുകൊണ്ട് 90 അംഗ കേന്ദ്ര സമിതിയാണ് ഇവിടെ നിലവിലുള്ളത്. ഈ കമ്മിറ്റി എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച 2ാമത്തെ കുർബാനയ്ക്ക് ശേഷം കൂടുന്നു. ഈ കേന്ദ്ര സമിതിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട തിരുനാളുകളും എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിലാണ് നടത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് മാതാവിൻ്റെ തിരുനാളും വിശുദ്ധ റോസ പുണ്യാളത്തിൻ്റെ തിരുനാളും അതുപോലെ സെബസ്ത്യാനസിൻ്റെ 50 തിരുനാളും മറിയന്ത്രേസ്യയുടെ തിരുനാളുകളെല്ലാം കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ പള്ളിയോട് ചേർന്ന് എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നു. ദേവാലയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എൻ്റെ കൂടെയുള്ളത്, റമ്മിച്ചേട്ടൻ. ഈ ദേവാലയത്തിലെ പ്രധാന ശുശ്രൂഷയാണ്, നമ്മൾ കപ്പേര് എന്നൊക്കെ പറയും. റമ്മിച്ചേട്ടന് 2 വാക്ക് നമ്മുടെ ദേവാലയങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു 4 വർഷമായി ഇവിടെ കപ്പേരാട് സേവനം ചെയ്യുന്നു. ഈ കാലയളവിൽ ഇവിടെ വന്നിട്ടുള്ള വൈദികരെയും സന്യസ്തരും ഈ ഇടവക സമൂഹത്തിലെ ഓരോ അംഗങ്ങളുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം പുലർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ വികാരിച്ചൻ പറയാറുള്ളതുപോലെ വിശുദ്ധ മറിയന്ത്രേസ്യമ്മ പൂക്കൾ അലങ്കരിച്ച ഈ അൾത്താരയിൽ സേവനം ചെയ്യാൻ കിട്ടിയത് എൻ്റെ ഭാഗ്യവും അനുഗ്രഹവുമായിട്ടാണ് ഞാൻ കരുതി പോകുന്നത്. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ മറിയന്ത്രേസ്യമ്മയുടെയും അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും ഓരോ നിമിഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും അവരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ 3 പേർ സെൻറ് മേരീസ് ഫൊറോന ചർച്ചിൻ്റെ ഈ കൊല്ലത്തെ ട്രസ്റ്റിമാരാണ്. എൻ്റെ പേര് ജോസ് പോൾ മാളിക്കൽ കൂനൻ, അടുത്തത് ജോയ് കൈതാരത്ത്, 3ാമത്തെ ആൾ ഈനാശു വിതമറ്റിൽ മുട്ടൻ. ഈ ദേവാലയത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും ആധ്യാത്മിക ഉയർച്ചയ്ക്കും വികാരിച്ചനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യേകിച്ചും വിശുദ്ധ മറിയന്ത്രേസ്യയുടെ ജന്മസ്ഥലവും കൂടിയായ ദേവാലയം കൂടിയായ ഈ ദേവാലയത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. ഒത്തിരി പദ്ധതികൾ കാനനൈസേഷൻ കമ്മിറ്റി വഴിയായിട്ടും ഇടവക സമൂഹവുമായിട്ട് ചേർന്നുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രസ്ഥാനങ്ങളും ഭക്തസംഘടനകളും നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയത്തിൽ അഭിമാനത്തോടെ ഞങ്ങൾക്ക് വികാരിച്ചനോടും കൊച്ചച്ഛനോടും ചേർന്ന് പ്രവർത്തിക്കുവാൻ വളരെ താല്പര്യവും ആഗ്രഹവും ജനിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തന ശൈലിയാണ് ബഹുമാനപ്പെട്ട വികാരിച്ചിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പിള്ളത്തൊട്ടിലായ പുത്തഞ്ചിറ എന്ന ഈ പുണ്യഭൂമി, വിശുദ്ധ മറിയന്ത്രേസ്യ നടന്നു നീങ്ങിയ ഈ പ്രദേശം,
ഈ ദേവാലയം ഒക്കെ എനിക്കും നിങ്ങൾക്കും നൽകുന്നത് പുതിയ പുതിയ കാഴ്ചകളും തിരിച്ചറിവുമാണ്. കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നാം കണ്ടുമുട്ടും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും